ഇപ്പൊ നമുക്ക് ബാഡ് അത്യാവശ്യം മലയാളം നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അത് റീറൈറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ബാഡ് ഉപകരിക്കും. അപ്പൊ അതിന് നമുക്ക് മലയാളം ടൈപ്പിങ്ങിനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഒരു ടൂളാണ് ഗൂഗിൾ എഴുത്ത്. ഗൂഗിൾ എഴുത്ത് എന്ന് സെർച്ച് ചെയ്താൽ മതി, അപ്പൊ കിട്ടും. അത് ഗൂഗിളിന്റെ തന്നെയാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മംഗ്ലീഷ് എഴുതാൻ പറ്റും. മംഗ്ലീഷിൽ ഇപ്പൊ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ട്രാവൽസ് അല്ലേ, അപ്പൊ ട്രാവൽസ് വൺ വേൾഡ് അല്ലേ, വൺ വേൾഡ് ട്രാവൽസ് സോഷ്യൽ മീഡിയ പോസ്റ്റ്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെ പാക്കേജാണ്? ടൂർ പാക്കേജ്, ഇന്റർനാഷണൽ, ഡൊമസ്റ്റിക്, പിന്നെ ടിക്കറ്റിംഗ്, വിസ, ഗ്ലോബൽ വിസ, ഇന്റർനാഷണൽ ടൂർ അല്ലേ, ഇന്റർനാഷണൽ സർവീസ്, ഇന്റർനാഷണൽ ടൂർ പാക്കേജ്, വിസ സർവീസ് അല്ലേ, വിസ സർവീസസ്. ഇത് കീബോർഡ് മംഗ്ലീഷ് ആണോ? അതെ, ഇത് മംഗ്ലീഷ് ആണ്. ഇത് ഗൂഗിൾ എഴുത്ത് എന്നുള്ള സംഭവമാണ്. ഇത് നമുക്ക് എന്താ ഇംഗ്ലീഷ് ലെറ്ററിൽ തന്നെ നമ്മളെ ഇംഗ്ലീഷിൽ മംഗ്ലീഷ് ചെയ്യുന്ന രൂപത്തിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും. ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ എഴുത്ത് നോക്കാൻ മതി അല്ലേ? ഗൂഗിൾ എഴുതി നോക്കാൻ മതി. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കണ്ടന്റ് എഴുതി, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതുക. ഓൺ വേൾഡ് ട്രാവൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് സർവീസ് ഇന്റർനാഷണൽ ആൻഡ് ഇന്റർനാഷണൽ നാഷണൽ അല്ലെ, ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക്. ഡൊമസ്റ്റിക് ഇതാ ഡൊമസ്റ്റിക് ടൂർ പാക്കേജ്. വൺ വേൾഡ് ആണ്, വൺ ആട്ടോ. സോഷ്യൽ മീഡിയ വൺ വേൾഡ് അല്ലേ? അതെ, മൂന്നാമത് വൺ വേൾഡ്. ഓക്കെ, നമുക്ക് കൊടുത്തു നോക്കാം. ഇൻസ്റ്റഗ്രാം കൊടുക്കുക, സോഷ്യൽ മീഡിയ. ബാർഡിൽ പോയിട്ട് എവിടെ കൊടുക്കണ്ടേ? ബാർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അവിടെ ഒരു ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എഴുതുക. വൺ വേൾഡ് ട്രാവൽസ്. ഇതില് വേറെ ഒന്നും അത് മലയാളത്തിൽ കൊടുക്കണമെന്നില്ല, കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് കൊടുത്താലും മതി. കണ്ടന്റ് മലയാളത്തിലാണെന്ന് പറഞ്ഞാൽ മതി. നമ്മള് റൈറ്റ് ഇൻ മലയാളം എന്ന് പറഞ്ഞാൽ മതി.
Media post service and national domestic group package visa appear. മലയാളത്തിൽ കൊടുത്തുമ്പോ പിന്നെ മലയാളത്തിന് വേണം സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല. വിഷയം നിങ്ങളുടെ സ്വപ്ന യാത്ര ഇനിയും അകലെയല്ല. ഒരു അടിപൊളി ക്യാപ്ഷൻ. ഉം. ചിത്രം എന്റെ ഒരു മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ചിത്രം കൊടുക്കുക. ഉം. അതിന് കംപ്ലീറ്റ് ഐഡിയ ആണ് ഒരു തരുന്നുണ്ട്, വിവരണം. നിങ്ങളുടെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ സ്വപ്ന യാത്ര ഇനിയും അകലെയല്ല. വൺ വേൾഡ് ട്രാവൽസിന്റെ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുക. ഞങ്ങളുടെ വിദഗ്ധ ടൂർ പ്ലാനിംഗ് ടീം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഒരു അനുയോജ്യമായ യാത്രാ പാക്കേജ് രൂപകൽപ്പന ചെയ്യാൻ സഹായിക്കും. ഞങ്ങളുടെ ടൂർ പാക്കേജുകൾ ഇവ ഉൾപ്പെടുന്നു: യാത്രാ ടിക്കറ്റുകൾ, ഹോട്ടൽ മുറികൾ, ഭക്ഷണം, എക്സ്കർഷനുകൾ, ഇൻഷുറൻസ്. ഇതൊക്കെ ഇവര് കോമൺ ആയിട്ട് കൊടുക്കുന്ന സംഭവമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. നിങ്ങളുടെ വിശദാംശങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വിദേശ യാത്ര ആവശ്യമായ വിസകൾ എളുപ്പത്തിൽ നേടുക. ഞങ്ങളുടെ വിദഗ്ധ ടീം നിങ്ങളുടെ രക്ഷാകർത്താവിനെ സഹായിക്കും. ഇത്രയും കാര്യം കൊടുത്ത് അതിന്റെ ശേഷം പോലും അതിന്റെ കീവേഡ് ഹാഷ്ടാഗ് വരെ ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മലയാളം ആയതുകൊണ്ട് തന്നെ വേണമെന്നില്ല, ഇംഗ്ലീഷിൽ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ ഇതിന് ഇപ്പൊ ചാറ്റ് GPT ആയി കഴിഞ്ഞാൽ ഇത്ര ഭംഗിക്ക് മലയാളം കിട്ടൂല. ബാഡിന്റെ ബെനിഫിറ്റ് അതാണ്. മലയാളം ചെയ്യും ഗൂഗിളിന്റെ ആയതുകൊണ്ട് തന്നെ മലയാളം ഒന്നും കൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് എന്താ മെഗാവിറ്റിന്റെ ജീവൻ ഹെർബൽസിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് റൈറ്റ് ഇൻസ്റ്റഗ്രാം ഡിസ്ക്രിപ്ഷൻ ഫോർ മെഗാവിറ്റ. മെഗാവിറ്റിന്റെ നമ്മള് കമ്പനിന്റെ നെയിം എന്തായിരുന്നു? മെഗാവിറ്റ ജലീൽ ഭായ്. മെഗാവിറ്റ ഹെൽത്ത് ഫുഡ്. ഇൻസ്റ്റഗ്രാം ഡിസ്ക്രിപ്ഷൻ ഫോർ മെഗാവിറ്റ ഹെൽത്ത് ഫുഡ്. പ്രൊഡക്റ്റ് എന്തൊക്കെയായിരുന്നു? രാഗി അല്ലെ? രാഗി ഉണ്ട്, രാ- നവര റെഡ് റൈസ് ഉണ്ട്. ഈ രാഗി ഇങ്ങനെ തന്നെ അല്ലേ? RAGI എന്നല്ലേ അതെ അതെ. രാഗി? പിന്നെന്തായിരുന്നു? നവര റെഡ് റൈസ്. രാഗിന്റെ പൗഡർ ആക്കാറല്ലേ? ആ പൗഡർ. നവര നവര റെഡ് റൈസ്. ബെഡ് റൈസോ? റെഡ് റെഡ് റൈസ്. ഓക്കെ. നവര റെഡ് റൈസ്. പിന്നെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ? ആരോറൂട്ട് പൗഡർ. ആരോറൂട്ട് പൗഡർ. ബാർലി പൗഡർ. ഇനി വേണോ? 12 ഐറ്റംസ് ഉണ്ട്. സാമ്പിൾ അത് മതി. ബാർലി ഇങ്ങനെ തന്നെയല്ലേ? ഉം. ബാർലി പൗഡർ. Instagram description for Megavita health food products. Social media post. Post description. ഇൻ മലയാളം. ഇവിടെ ഇൻ മലയാളം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? മലയാളത്തിൽ തന്നെ കിട്ടും. നമ്മൾ മലയാളത്തിനെ ടൈപ്പ് ചെയ്യണമെന്നില്ല കേട്ടോ. നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് മലയാളത്തിൽ വേണമെന്ന് പറഞ്ഞാൽ തന്നെ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? മലയാളത്തിൽ കിട്ടും. ചിത്രം ഒരു മനോഹരമായ പശ്ചാത്തലത്തിൽ മരച്ചീനി, നവരരി, അച്ചുവേര് എന്നിവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പരമ്പരാഗത മൺപാത്രയുടെ ചിത്രം കൊടുക്കുക.
വിവരണം. നമ്മുടെ പഴമക്കാരുടെ ആരോഗ്യ രഹസ്യം ഇതാ. മെഗാവിറ്റിയുടെ പടിഷ്ഠിക ആഹാര പദാർത്ഥങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആരോഗ്യം പരിപോഷിപ്പിക്കുക. ഞങ്ങളുടെ 100% പ്രകൃതിദത്തവും കൃത്രിമ നിറമോ രസം എന്താ വെച്ചാലേ ഇതാണ് ഉം. ഞങ്ങള് മെഗാ അങ്ങനെ ഗൂഗിൾ വന്ന് അത് ഗൂഗിളിൽ നിന്ന് ഓട്ടോമാറ്റിക് മെഗാവിറ്റ ഡോട്ടിന് വെബ്സൈറ്റിൽ നിന്ന് എന്ത് ചെയ്തു സ്പോട്ടില് അനലൈസ് ചെയ്തെടുത്തതാ. പാട് എന്ത് ചെയ്തു ആ സെക്കൻഡിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു നമ്മൾ സെർച്ച് ചെയ്ത പോലെ തന്നെ മെഗാവിറ്റിന്റെ ഡീറ്റെയിൽ എടുത്ത് അതിനെ കുറിച്ചുള്ള ബെനിഫിറ്റുകൾ ഇതാ. നമ്മൾ കൊടുത്ത ഓരോ പ്രൊഡക്റ്റ് ഇതാ. ആരാറൂട്ട് അതിന്റെ ബെനിഫിറ്റ്, ബാർലി പൊടി അതിന്റെ ഡീറ്റെയിൽസ്, എന്താ രാഗി പൊടി. ഒറിജിനൽ മെഗാബിറ്റിന്റെ അടുത്തല്ലേ? ആ ഒറിജിനൽ മെഗാവിറ്റിന്റെ വെബ്സൈറ്റ് പോയിട്ട് അതുകൊണ്ട് അതിന്റെ സൈറ്റിന്റെ ലിങ്ക് വരെ ഇവിടെ കൊടുക്കുന്നതാ. ഞങ്ങൾ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് അത്. ഇത് വേറെ ഒന്നും ഇത് നമ്മള് എന്താ മാനേജ് ചെയ്തതിന്റെ പേജല്ലേ ഉണ്ടാവും. അപ്പൊ ഇത് ഗൂഗിളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഗൂഗിള് വ്യക്തമായിട്ട് ആ സ്പോട്ടിൽ സാധനം എടുത്ത് അതിനെ കുറിച്ച് കണ്ട് നമ്മൾ ജസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. അതിന് അഡ്വാൻസ് ആയിട്ട് അതിന്റെ ബെനിഫിറ്റ്, ഫൈബർ, ആന്റി ഓക്സിജൻ, ധാന്യങ്ങൾ എന്നിവയിൽ സമ്പന്നമാണ്. ഇതിനെ കുറിച്ച് അടിപൊളി സാധനം കിട്ടി. ഈ രൂപത്തിൽ നമുക്ക് നമ്മുടെ ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ചും എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ കണ്ടന്റ്. ഇതിപ്പോ ജസ്റ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിന് മാത്രാട്ടോ. ഇതുപോലെ ഏത് കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ ChatGPT ബാഡൊക്കെ ഉപയോഗിക്കാം. മലയാളം ആകുമ്പോൾ ബാഡ് നല്ല രീതിയിൽ ഉപകരിക്കും. എന്താ ഇംഗ്ലീഷ് ആണെങ്കിൽ ChatGPT നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിലും ഇംഗ്ലീഷ് പറ്റും കേട്ടോ. ഇതാ ഗൂഗിൾ ഇംഗ്ലീഷ് ആകുമ്പോൾ ഇതിൽ കൊടുത്താൽ കിട്ടൂല കറക്റ്റ്? ആ ഇംഗ്ലീഷ് കൊടുത്താൽ കിട്ടും. ഇത് ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതുകൊണ്ടാണ് മലയാളത്തിലായത്. ഇപ്പൊ നമ്മളിവിടെ കൊടുത്ത കാര്യം ഉണ്ടല്ലോ, കൊടുത്ത ഈ സാധനം ഇത് ഇംഗ്ലീഷിലായി തരാ. ഇതിപ്പോ നമ്മുടെ മലയാളം എന്ന് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഇൻ മലയാളം എന്ന് കൊടുത്തു. അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ വരും. ഇനിയിപ്പോ ഒരൊട്ടം മലയാളത്തിൽ വന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇല്ല. ഓക്കെ, ഇതുകൊണ്ട് മലയാളത്തിൽ മെഗാവിറ്റ് യുവർ ഗേറ്റ് വേ ഹെൽത്തിയർ യു. അതിന്റെ ഇമേജ് എങ്ങനെ വേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയുന്നതാ. ഡിസ്ക്രിപ്ഷൻ, നമ്മൾ ആ പോസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ, ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ബൂസ്റ്റ് യുവർ ഹെൽത്ത് വിത്ത് എവരി സ്പൂൺഫുൾ. അതിന്റെ ഹാഷ്ടാഗ് വരെ. എങ്ങനെ നേരത്തെ ഇമേജും ലിങ്കൊന്നും ഇല്ല. അതെന്താ വെച്ചാൽ ആ സൈറ്റ് നമ്മള് മലയാളത്തിലാണ് ഇത് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് രസം എന്താ വെച്ചാലേ ഇത് മെഗാവിറ്റിന്റെ സൈറ്റിൽ നിന്നാ. ഇത് എടുത്തുകൊണ്ട് മെഗാവിറ്റിൽ നിന്നല്ല, ക്യുക്കർ എന്ന വെബ്സൈറ്റിൽ നിന്ന് നമ്മള് ബാക്ക് ലിങ്കിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിർത്താണ്. ഇത് ആമസോണിൽ നിന്ന് എടുത്തതാ. പലതും പലയിടത്തുനിന്നാണ് അവരെടുത്തിട്ടുള്ളത്. ഇതിപ്പോ നമ്മളെ സംബന്ധിച്ച് ഈ ഇമേജ് നമ്മുടെ വേറെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് വേണമെന്നില്ല. ഇതുപോലെ ഒന്നും കൂടെ വ്യക്തമാക്കി തന്നാണ് മെഗാവിറ്റ് ആയതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഐഡിയാസ് ഉണ്ടാക്കുക. ഈ ഐഡിയാസ് ഉണ്ടാക്കിയിട്ട് ഈ ഇമേജിന്റെ ഐഡിയ ഉണ്ടല്ലോ, ഇതാണ് ഇപ്പൊ നമ്മൾ ടോപ്പിക്. ഇന്നത്തെ ഈ ഇമേജിന്റെ ഐഡിയ നമുക്ക് കോപ്പി എടുക്കുക. നമുക്ക് എങ്ങനെയാണ് ഇമേജ് വേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്നിട്ട് ഇപ്പൊ ഒരു വെബ്സൈറ്റ് കാണുന്നുണ്ടോ? ഈ ബ്രൗസർ കാണുന്നുണ്ടോ? അല്ല അത് കാണുന്നില്ലേ? ഇത് മൈക്രോസോഫ്റ്റിന്റെ ബിങ് ആണ്. നിങ്ങൾ പലപ്പോഴും സെർച്ച് ചെയ്തപ്പോ കിട്ടിയിട്ടുണ്ടാവുക ബിങ് ആയിരിക്കും. ഇത് കാണുന്നില്ലേ? ഇതില് ഇമേജ് ക്രിയേറ്റർ എന്ന് പറഞ്ഞ, അതായത് ChatGPT 4 അഡ്വാൻസ് ഓപ്ഷനും ബിങ് എന്ന് പറഞ്ഞ മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് ചെയ്യുന്ന. ഗൂഗിളിൽ പോയാൽ കിട്ടൂലേ? കേൾക്കുന്നില്ല, എന്താ പറഞ്ഞത്? ഗൂഗിളിൽ പോയാൽ കിട്ടൂലേ? ഈ ബിങ് ആ ഗൂഗിളിൽ പോയാലും കിട്ടും. ഞാൻ പിന്നെ ഇതിൽ സെർച്ച് ചെയ്യാൻ കാരണം ഇത് വെറുതാണ്, അതായത് മൈക്രോസോഫ്റ്റിന്റെ ആണ്. അപ്പൊ ഗൂഗിളിന്റെ പോയിട്ട് മൈക്രോസോഫ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഓർക്ക് കാണിച്ചു തരാൻ കുറച്ചൊരു ഇടക്കാറുണ്ടാവും. അപ്പോ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിന്റെ സെർച്ച് എഞ്ചിൻ ആണ് ബിങ്. ഈ ബിങ്ങും ChatGPTന്റെ അഡ്വാൻസ്ഡ് വേർഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പോലും പുതുതായി ഇറക്കിയതാണ് എന്ത്, ഇമേജ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ബിങ്ങിന്റെ AI എന്ന് പറഞ്ഞ ടൂള്. അപ്പോ ഇത് നമുക്ക് ഇമേജ് ക്രിയേറ്റർ സെർച്ച് ചെയ്താൽ തന്നെ വരും. അപ്പൊ ഇമേജ് ക്രിയേറ്ററും ടെക്സ്റ്റ് ക്രിയേറ്റർ നമ്മൾ ChatGPT എല്ലാം ഉണ്ട് ഇതില്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് വേണ്ട ഇമേജ് ഡിസൈൻ ചെയ്തൊക്കെ ഉണ്ടാവും. ഈ കണ്ട ഇതൊക്കെ ഇമേജുകളാണ്. നമുക്ക് എങ്ങനെ വേണം നമ്മൾ കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താല് അതേ രൂപത്തിൽ എന്ത് ചെയ്യും, നമുക്ക് ഇമേജ് ഡിസൈൻ ചെയ്ത് തരും. അപ്പൊ ഇപ്പൊ നമുക്ക് അവിടെ ഒരു ഐഡിയ കിട്ടി, എങ്ങനെയാണ് ഏത് ഇമേജാണ് നമുക്ക് വേണ്ടത്. ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക. അതിവിടെ പേസ്റ്റ് ചെയ്യല്ലേ? ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് അവരേക്കാൾ ഐഡിയ എടുത്തില്ലെങ്കിൽ നമ്മളെ രീതിക്ക് നമുക്ക് എങ്ങനെ വേണമെന്ന് നമുക്ക് കൊടുക്കാം. അതായത് ഇന്ന ബാക്ക്ഗ്രൗണ്ടില് രാഗി പൗഡറിന്റെ ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു ബോളില് രാഗി പൗഡർ ഇട്ടിട്ട് പുറത്ത് ഇന്ന പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഇമേജ് ക്രിയേറ്റിന് പ്രോംപ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഈ അതിന്റെ ഒക്കെ പ്രശ്നം എന്താ വെച്ചാൽ, പ്രശ്നമല്ല, ഇതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ചാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഇമേജ് ഡിസൈൻ ചെയ്ത് തരാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ഇമേജ് ആണെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ്, പ്രൊഡക്റ്റിന്റെ കളർ എന്താണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ്, എത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റിനെ തരും. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ സാധനം ഇവിടെ കൊടുക്കണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മെഗാവിറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ മെഗാവിറ്റ ഇവര് കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് മൈക്രോസോഫ്റ്റിന്റെ ബിങ് ആണ്. അവർക്ക് എത്രമാത്രം മെഗാവിറ്റ് അറിയുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ള സാധനം വെച്ചുകൊണ്ട് പോലെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത് നോക്കാം. ഇതിൽ ഒരു ദിവസം നമുക്കൊരു കണക്കുണ്ട് കേട്ടോ, 4-5 ഇമേജ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ദിവസം. ഡെയിലി ചെയ്യാം. ഇതിലെങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇത് വീഡിയോന്റെ അല്ല, ഇത് പോസ്റ്റിന്റെ. ഇവിടെ കണ്ട നമ്മളെ മെഗാവിറ്റക്ക് വേണ്ടി ഒരു ചെയ്ത ഇമേജ് ആണ് ഇപ്പൊ ഇത്. അപ്പൊ നമ്മൾ അതിൽ പറഞ്ഞ രാഗി പൗഡർ, നവര റൈസ്, ആറാറൂട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അവര് ഡിസൈൻ ആ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാക്കിയ ഇതുണ്ടാവും. ഇതാണ്ടോ ഫോട്ടോഷൂട്ടിനെ തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള ഇമേജ് ആകാരം. അത്രയും ക്ലാരിറ്റിയില് അത്രയും അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, ഈ സാധനം തരും. ഇത് വേറൊരു ബാക്ക്ഗ്രൗണ്ടില്. ഇതിലെ രസം എന്ന് വെച്ചാല് മെഗാവിറ്റ എന്നുള്ളൊരു ബോക്സ് ഓലന്നെ ഉണ്ടാക്കിയിരിക്കുക. നമ്മൾ തന്നെയല്ലോ. അല്ല എന്ത് ചെയ്തു, നമ്മൾ മെഗാവിറ്റ പറഞ്ഞതല്ല, അപ്പൊ ഓൽക്ക് അറിയില്ല. അപ്പൊ ഉള്ള വെച്ചുകൊണ്ട് ഉള്ള അറിവ് വെച്ചുകൊണ്ട് ഈ ഇമേജ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ? ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ കസ്റ്റമൈസിൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിക്കാണ്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാ, ഈ കസ്റ്റമൈസ് കൊടുക്കുക. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ ഡൗൺലോഡ് ചെയ്യാം. കാരണം നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് ആണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാലേ ഹൈ ക്വാളിറ്റിയാ. ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഇമേജസ് ഇവിടെ താഴത്തുണ്ടാവും. ഇത് AI ക്രിയേറ്റ് ചെയ്തോളായിക്കോളണം ഒന്നുമില്ല. അതിന് റിലേറ്റ് ചെയ്തുള്ള ഇമേജസ് ആണ് താഴത്ത് കാണിക്കുന്നത്. നമുക്ക് ഇത് എന്ത് ചെയ്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തേക്കാം. നമ്മളിവിടെ എന്താ അടിച്ചു കൊടുക്കുന്നത് ആ സാധനം കിട്ടും. ഇപ്പൊ നമ്മള് ഇപ്പൊ നേരത്തെ നമ്മൾ ട്രാവൽസിന് അടിച്ചില്ലേ, ട്രാവൽസിന് മലയാളമാണ്. മലയാളം ഇരിക്കുമെന്ന് അറിയില്ല കേട്ടോ, നോക്കാം നമുക്ക്. ഒരു മനോഹര വിനോദസഞ്ചാര കേന്ദ്രം. മലയാളം എടുക്കലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ട്രാവലിംഗ് നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്താ വെച്ചാല്, നമുക്ക് ChatGPT-നോട് അവരോട് ചോദിക്കാം ഇമേജിന്റെ കൺസെപ്റ്റ്, അതുപോലെ കറക്റ്റ് പറഞ്ഞു തരും എങ്ങനെ വേണമെന്ന്. സ്ക്രീൻ കാണുന്നുണ്ടാവല്ലോ അല്ലെ? റൈറ്റ്, ട്രാവൽ ആൻഡ് ടൂറിസം, സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഐഡിയാസ്. നമുക്ക് അതിനുള്ള ഐഡിയാസ് തന്നു. പോസ്റ്റ് ബ്രീത്തിങ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോ, ക്യാപ്ചർ ദ എസൻസ് ഓഫ് സ്റ്റേണിംഗ് ഡെസ്റ്റിനേഷൻ വിത്ത് panoramic image rolling its curriculum version, vibrant city space, ask your audience when ഇവിടെ ഇവര് കുറച്ച് ഐഡിയാസ് തന്നുണ്ട് ട്രാവൽ. ഈ ഒരു സാധനം നമുക്ക് ജസ്റ്റ് കൊടുത്തു നോക്കാം.
ഏതായാലും നമ്മളെ ഐഡിയാസിന് നമുക്ക് ഉണ്ടാക്കട്ടോ. നമ്മളെ ഐഡിയാസിന് ഇന്ന രൂപത്തിൽ ഇന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് ഉണ്ടാക്കി തരും. ഉം. ഈ അഡോബിന്റെ ഇമേജ് അല്ല, അഡോബ് അല്ല, ഇത് ഈ ഇമേജ് ക്രിയേറ്റർ വന്നിട്ട് കുറെ കാലമാണോ? ഇത് കുറെ കാലമായിട്ടില്ല, കുറച്ച് കാലമായി, കുറച്ചായിട്ടുള്ളൂ, കൂടുതലൊന്നും അറിയില്ല, ആയിട്ടില്ല. അതായത് ഇത് ചാറ്റ് ജി പി ടിന്റെ ഡാൽ ഇ എന്ന് പറഞ്ഞുള്ള ഒരു ഓല എന്താ ബാക്ക് എൻഡ് കമ്പനി ഉണ്ട്. അവരാണ് ഇവരായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഈ സംഭവം വരുന്നത്. അപ്പൊ നമ്മൾ ആ കൊടുത്ത രീതിയിലേ നമ്മളിപ്പോ പറഞ്ഞ ലാൻഡ്സ്കേപ്പ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത്, അതുപോലെ ആ വാട്ടറിൻ്റെത് കൊടുത്ത്, ആ ക്യാപ്ഷൻ വേർ യു ലവ് ദിസ് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് പോലെ ഒരു ഇമേജ് ലിസൺ ചെയ്താൽ മതി. ഇതിപ്പോ നമുക്ക് ഇതിങ്കാട്ടി നല്ല രീതിയിലൊക്കെ ചെയ്യട്ടോ. അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് വെച്ചിരുന്നു. ഈ പ്രോംപ്റ്റിന്റെ ഇതൊക്കെ ഈ ചാറ്റ് ജി പി പ്രോംപ്റ്റ് ടി കറക്റ്റ് ആയിരിക്കണം അല്ലേ? പ്രോംപ്റ്റ് കറക്റ്റ് ആണ്. അവിടെ ഇതിന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് ആണ്. ചാറ്റ് ജി പി ടി ആയിക്കോട്ടെ, ബാഡായിക്കോട്ടെ, പ്രോംപ്റ്റിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ വേണം, എങ്ങനെയാണ് പ്രോംപ്റ്റ് കൊടുക്കുക എന്നുള്ളത്. ഇതിപ്പോ ഒരു കൺസെപ്റ്റ് ആണ്, ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി സ്പേസ് റിഫ്ലക്റ്റിംഗ് സൺസെറ്റ് കൺസെപ്റ്റ് ആർട്ട്. ഈ ഒരു സാധനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതിലിപ്പോ നമുക്ക് ഐഡിയ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമോ? ഈ ഇത് ആർക്കും ഉണ്ടാക്കാം. ഇതിനെ കൊണ്ട് നമുക്കിപ്പോ നരേന്ദ്രമോദിനെ കൊണ്ട് നമ്മളെ കൊണ്ടോട്ടിയിൽ ഗ്രൗണ്ടിൽ നിന്നുകാണ്ട് ഫുട്ബോൾ കളിപ്പിക്കാൻ വരെ പറ്റും. നമ്മൾ കുറെ ഇമേജ് ഉണ്ടാവും, ഗാന്ധിജിന്റെയും അതുപോലെ തന്നെ എന്താ അതെ. ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ ഇമേജ്, ഒരു സെൽഫി എടുക്കുന്നതൊക്കെ ആ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഈ സംഭവങ്ങളൊക്കെ ഇതിൽ ഉണ്ടാക്കിയതാ. ഇതൊരു സിറ്റി സ്പേസില് സൺസെറ്റ്, സൂര്യാസ്തമയത്തിന്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക്, ഭാവിയിൽ സിറ്റീസ് എങ്ങനെ ഉണ്ടാകും എന്നുള്ള ഒരു സൺസെറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആർട്ടാണ് നമ്മൾ കൊടുത്തത്. അത് ആ രൂപത്തിൽ കറക്റ്റ് എന്തുണ്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ? ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു സിറ്റിയാണ്, വലിയൊരു സിറ്റി. അവിടെ സൺസെറ്റ് അത് റിഫ്ലക്ട് ചെയ്യുക വെള്ളത്തിൽ തട്ടിയിട്ട്. ഏഹ് അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇമേജ് ആണ് ഇത് കൊടുത്തത്. അപ്പൊ നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, നമ്മളെ പ്രോംപ്റ്റിനനുസരിച്ച് സാധനം കിട്ടും. ഉം. ഞാൻ കുറച്ച് പ്രോംപ്റ്റ് ഞാൻ ഓൾറെഡി ഇതിനു വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്, നോക്കട്ടെ ട്ടോ. മുകളിലോ? ഇത് ചാറ്റ് ജി പി ടിന്റെ ഒരു പ്രോംപ്റ്റ് ആണ്, അതല്ല. നമുക്ക് ഇമേജ് ക്രിയേഷന്റെ കുറെ പ്രോംപ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രോംപ്റ്റ് ഓക്കെ. ഇതിൽ കുറെ പ്രോംപ്റ്റ് ഉണ്ട്. ഇമേജ് പ്രോംപ്റ്റ് ആണത്. ദ പോർട്രേറ്റ് ഓഫ് മിലിറ്ററി വെസ്റ്റേൺ യൂണിഫോം വിത്ത് സ്ട്രോങ് ഡയറക്ഷണൽ ലൈറ്റിംഗ്, joyful dreamy natural environment, soft lighting, professional dancer. ഒരു പോർട്രേറ്റ് ഓഫ് പ്രൊഫഷണൽ ഡാൻസർ എക്സ്പ്രസിംഗ് ഇമോഷൻ ത്രൂ മൂവ്മെന്റ് വിത്ത് ഡ്രാമാറ്റിക് ലൈറ്റിംഗ്. അതാണ് ഇതിലുള്ള ഇവരെ കണ്ടന്റ് കേട്ടോ. ഒരു പ്രൊഫഷണൽ ഡാൻസർ എന്ത് ചെയ്യണം, ഡാൻസറെ എക്സ്പ്രസിങ് ഇമോഷൻ, അവരെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുക ത്രൂ മൂവ്മെന്റ്, അവരെ ഡാൻസ് ചെയ്തുകൊണ്ട് വിത്ത് ഇതിൽ ഒരു ദിവസം എത്ര ചെയ്യാൻ പറ്റുന്ന കണക്കുണ്ടോ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ? നമുക്ക് ഒരു ദിവസം ഇവിടെ പോയിന്റ് കണ്ടോ, ആ ഇത് നമുക്കൊരു 15 എത്ര പോയിന്റ് ഉണ്ടാവും. ഇത് 0 ആവോളം ചെയ്യാം ഒരു ദിവസം. പിന്നെ നമുക്ക് പിന്നെ ചെയ്യണമെങ്കിൽ പിന്നെ പേയ്മെന്റ് ഉണ്ടാവും. ഓ അത്രേ ഉള്ളൂ? ഇത് ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് പിറ്റേ ദിവസം ചെയ്യാം. ഒരേ ദിവസം ഒരു കണക്കുണ്ട്, എല്ലാ ദിവസവും ചെയ്യാം. ഇത് ഒരു ഡാൻസിന്റെ ഇടയിൽ എന്താ ഒരു ഡ്രാമാറ്റിക്കൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് പോർട്രേറ്റ് പ്രൊഫഷണൽ ഡാൻസർ എക്സ്പ്രസിംഗ് ഇമോഷൻ, അതാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ അതിന്റെ ഒരു ഇമേജസ് ഉണ്ടാവും. അത് ലേഡി ഉണ്ട്, ജെൻസും കൊടുത്ത് രണ്ടും തന്നിട്ടുണ്ട് നമുക്ക്. ഇനി വേറെ
പെർഫോമൻസ് ആക്ഷൻ സിറ്റി ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഇമേജസ് ഒക്കെ ഇവിടെ താഴത്ത് കാണാൻ പറ്റുട്ടോ. ഇതൊക്കെ നമ്മൾ ഇതിൽ മുമ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത ഓരോ ഇമേജസ് ആണ്. ഒരു എന്താ പോർട്രേറ്റ് ഓഫ് സ്ട്രീറ്റ് പെർഫോമൻസ്, ഒരു സ്ട്രീറ്റിൽ പെർഫോം ചെയ്യാണ് ഇൻ ആക്ഷൻ വിത്ത് ബസ്ലിംഗ് സിറ്റി ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് കളിക്കുന്ന ഒരു ഇമേജ്. ഇതിന്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാലേ നല്ല ഹൈ ക്ലാരിറ്റി HD ഫയലായിരിക്കും. നമ്മൾ ഇന്ന് കൊടുത്തു കഴിഞ്ഞ ഒരു 3-4 അതിന്റെ വ്യത്യസ്ത മോഡല് നമുക്ക് ഉണ്ടാക്കി തരും. ഇതേ രൂപത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ അതുപോലെ എന്തിന്റെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ രൂപത്തില് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ കുറച്ച് ഐഡിയാസ് വെച്ചു. ഐഡിയയുടെ ഐഡിയാസ് ആണ് വേണ്ടത്. നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ട്രാവൽ ടൂറിസം, സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്രിയേഷൻ, പോസ്റ്റർ, ഇമേജ് ക്രിയേഷൻ പ്രോംപ്റ്റ് എന്ന് വെച്ചാല് പ്രോംപ്റ്റ് കുറച്ച് തരും. നമുക്ക് ഇതിന്റെ പ്രോംപ്റ്റ് എന്ത് ചെയ്യും ചോദിക്കാൻ പറ്റൂട്ടോ. പ്രോംപ്റ്റ് ചോദിച്ചാല് പ്രോംപ്റ്റ് ആയി കണ്ടെന്നെ തരും. നോക്കാം. ഇത് നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ 9 അപ്പൊ ഓരോ പ്രാവശ്യത്തിനും ഓരോ കോയിന് വെച്ച് കുറക്കുന്നുണ്ട്. ഒരു 15 ഇമേജ് ഒക്കെ ഒരു ദിവസം ചെയ്യാൻ പറ്റുക. നമ്മൾ ആ കൊടുത്ത കണ്ടന്റ് അനുസരിച്ചുള്ള ഇമേജ് ആണ്. വ്യത്യസ്ത ആംഗിളില് ഒരു ദിവസം 15 ചെയ്യാം. ഒരു 15 നമുക്ക് ചെയ്യാം. പക്ഷെ അതൊക്കെ മതിയല്ലോ. നമുക്ക് ഒരു ദിവസം ഡെയിലി ചെയ്യുകയാണെങ്കിലേ നമുക്ക് 15 ആവശ്യം ഇവിടെ വരുന്നില്ല. അതുപോലെ കൾച്ചർ അഡ്വഞ്ചർ ക്യാപ്ഷൻ, റൈറ്റ് ഇമേജ് ക്രിയേഷൻ പ്രോംപ്റ്റ്സ് ഫോർ, നമുക്ക് ഓൾറെഡി നമ്മൾ കൊടുത്തില്ല. എന്താണ് വൺ വേൾഡ് ട്രാവൽസ് ആൻഡ് ടൂറിസം അല്ലെ. എങ്ങനെ അത് മതി, കുഴപ്പമില്ല. റൈറ്റ് ആൻഡ് ഇമേജ് ആവും. ട്രാവൽസ് ആൻഡ് ടൂറിസം. താങ്ക് യു. റൈറ്റ് ഇമേജ് ക്രിയേഷൻ പ്രോംപ്റ്റ് ഫോർ വൺ വേൾഡ് ട്രാവൽസ് ആൻഡ് ടൂറിസം. നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് വൺ വേൾഡ് ലൈൻ ടൂറിസം. എന്താണ് വൺ വേൾഡ് ലൈൻ tourism.com. ഓൺ വേൾഡ് അല്ല, വൺ വേൾഡ് ആണ്. വൺ വേൾഡ്. ഓക്കെ. വൺ വേൾഡ് ലൈൻ ടൂറിസം കിടക്കനെ ചെയ്താണ്. അത് ശരി. ദുബായ്. നമ്മൾ ഇതിൽ വെബ്സൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലേ അവർക്ക് ഒന്നുകൂടെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാവും. സർവീസസ്,
നമുക്ക് UAE വിസ ടിക്കറ്റ്, UAE ടൂറിസ്റ്റ് പാക്കേജ്. യുഎക്ക് വേണ്ടാക്കി, ദുബായിലേക്ക് വേണ്ടാക്കി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് UAEക്ക് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യാ, പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. വെബ്സൈറ്റ് സർവീസ് UAE ടൂർ പാക്കേജ്. ഇപ്പൊ നിലവിലുള്ള നമുക്ക് പല സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ മെയിൻ ടൗണ്, സിറ്റീസ്, അപ്പൊ അതിന്റെ ഒക്കെ ഇമേജ് എന്ത് ചെയ്യും, ഇതുപോലെ ഉണ്ടാക്കി തരും കേട്ടോ. ക്രിയേഷൻ പ്രോംപ്റ്റ്. ദുബായ് ഇത് പ്രോംപ്റ്റ് ആണോ? അത് പ്രോംപ്റ്റ് അവർ തന്നതാണ്. ക്യാപ്ചറിങ് ദ സ്റ്റണ്ണിങ് സ്റ്റൈൽ ലൈൻ ദുബായ് വിത്ത് ബുർജ് ഖലീഫ. നമുക്കൊരു സാധനം ഉണ്ടാക്കി നോക്കുക. ഡെസേർട്ടിലുള്ള വേറെ ഒന്നുണ്ട്. കുറെ പ്രോംപ്റ്റ് വന്നല്ലേ? കുറെ പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. അതിന്റെ ചിലപ്പോ അത് കുറച്ചൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓല് അവരൊരു ഇതനുസരിച്ച് cannot prompt as blocked. Your system automatically flag the prompt because it conflicts with our content policy. More policy violation due to automatic suspension of your process. So wait. കണ്ടന്റ് പോളിസി അവരെ ക്രൈറ്റീരിയക്ക് അനുസരിച്ച് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഇതില്. Capture stunning style in Dubai with Burj Khalifa. വെബ്സൈറ്റിന്റെ പേജ് അറിയാൻ നമുക്കത് ഒഴിവാക്കിയാണ്ട് പോർച്ചുഗലി ക്യാപ്ചർ സ്റ്റണ്ണിങ് സ്റ്റേറ്റ് മൊത്തത്തിൽ സ്റ്റോപ്പായി. നമ്മളത് ഇന്നത്തെ കഴിഞ്ഞു വന്നു. ആയിട്ടുള്ളൂ. നമ്മൾ അതിന്റെ എടുക്കണില്ല. The prompt has been blocked. Our system automatically flagged this. Content warning: the promoter has been blocked. Your system automatically flagged the prompt because it is my conflict with our content policy violation. Automatic suspension your access thing mistake. Please report. ഫോട്ടോ എടുത്തോ കിട്ടുമൊക്കെ. ഇനിയിപ്പോ എന്ത് കിട്ടലുണ്ടാവില്ല. കണ്ടന്റ് മാറ്റി വെക്കാലോ. കണ്ടന്റ് ഇപ്പൊ മാറ്റിയാലും കിട്ടാൻ സാധ്യതയില്ല. കാരണം അവര് ബ്ലോക്ക് ആക്കിയത് കൊണ്ടേ. എൻജോയ് ഡിന്നർ ആൻഡ് സ്റ്റേ സ്കെയിൻ അറേബ്യൻ ഡെസേർട്ട് ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട്. ഇനി വേറൊരു അക്കൗണ്ട് കയറി ചെയ്യേണ്ടി വരും. കിട്ടുന്നുണ്ട്. ഒരു മരുഭൂമിയിലെ ഡിസേർട്ടിലുള്ള കാൻഡിൽ ഡിന്നറിന്റെ ഇമേജ് ആണ്. couple enjoying a candle dinner under a starry sky. Couple enjoying candle dinner under starry sky in the West Arabian desert with the traditional and dance and tent background light. എങ്ങനെ? The tent background light. ഈ ഇമേജ് ഒക്കെ ഓൾറെഡി ഇപ്പം ഗൂഗിളിലോ അല്ലെങ്കിൽ ഇതിലുള്ളതായിരിക്കും. എവിടെ ഉണ്ടാവില്ല. ഇത് ഇല്ലാത്ത ഇമേജ് ആണ്. അപ്പൊ നമ്മൾ പറയുന്ന ആ സമയത്ത് അത് വെച്ച് ഒരു ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരിക്കലും ഈ ഇമേജ് എന്തുണ്ടാവില്ല, എവിടെ ഉണ്ടാവില്ല. പിന്നെ ഈ ഇമേജ് കിട്ടും. ഇതേ പ്രോംപ്റ്റ് ഒരാള് കൊടുത്തുകാണ്ട് എടുക്കുകയാണെങ്കിൽ ഉണ്ടാവും. നമ്മളെ പോലെ 4 ടീം ഒരേ പ്രോംപ്റ്റ് കൊടുത്തു. എന്നിട്ട് ഇതേപോലെ എന്ത് ചെയ്തു, ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്ത് ചെയ്യും, അവരുടെ അടുത്ത് ഉണ്ടാവും. അപ്പൊ അവിടെ ഏറ്റവും നല്ലത് നമ്മളടുത്തുമായി ബന്ധപ്പെട്ട് ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ
ഒന്നുകൂടെ നന്നാവും. ഈ പ്രോംപ്റ്റ് നമുക്ക് ചാറ്റ് ജി പി ടിയിലാണോ നോക്കണത്, ബാർഡിലാണോ നോക്കേണ്ടത്? നല്ല രണ്ടിലും പ്രോംപ്റ്റ്. നോക്കാം. ഏതിലും പ്രോംപ്റ്റ് നോക്കാം. ഗൂഗിളിന്റെ ആയി കഴിഞ്ഞാൽ ഒന്നും കൂടെ ലേറ്റസ്റ്റ് സംഭവം കൂടെ, ബാർഡിലാകുമ്പോൾ ലേറ്റസ്റ്റ് സംഭവം കൂടെ ഉണ്ടാവും. ചാറ്റ് ജി പി ടിയിലാണെങ്കിൽ ഒരു ലേറ്റസ്റ്റ് സംഭവം ഉണ്ടാവില്ല. 2022 വരെയുള്ള ഡാറ്റ അല്ലേ ഉള്ളൂ. ഉം. അപ്പൊ അതുകൊണ്ട് ഒരു പരിധി ഉണ്ടാവും. ഇനിയിപ്പോ ഇവര് തരുന്ന പ്രോംപ്റ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മള് സാധാരണ ചെയ്യുമ്പോഴേ ഇവര് നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഇപ്പൊ എന്താ ചെയ്യാ, എന്താ വേണ്ട അതിനനുസരിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും കിട്ടും കേട്ടോ. ഇവര് തന്നെ നമുക്ക് ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഇതില് ഡിസൈൻ ചെയ്തായിരുന്നു ഓരോ ക്ലയന്റിനോ അതിനൊക്കെ വേണ്ടിയിട്ട്. ട്രാവലിങ്ങിന്റെ ഈ ഡോക്ടേഴ്സ് അബ്രോഡ് സ്റ്റഡി ചെയ്യേണ്ട സംഭവം ഉണ്ടേ. ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടി ഡിസൈൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചാണ്. മെഡിക്കൽ ഫീൽഡിലുള്ളവർ അബ്രോഡ് കൊണ്ടുപോകുന്ന ഒരു ക്ലയന്റ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം. ഇതിപ്പോ ഡാല് 3 ആണ്. ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് 4 ആണ്. അപ്പൊ അത് നമുക്ക് പെയ്ഡ് ചെയ്താലാണ് നമുക്ക് 4 കിട്ടുക. 4 ഇതിനേക്കാൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ നമ്മള് കൊണ്ടോട്ടി എയർപോർട്ടിന്റെ ഒക്കെ ഫോട്ടോ കിട്ടുമോ നോക്കാം. കാലിക്കറ്റ് എയർപോർട്ട്. കാലിക്കറ്റ് എയർപോർട്ട്. നമ്മളെ ജീവന്റെ MD വന്നിട്ടുണ്ടല്ലേ, കണ്ടില്ലായിരുന്നല്ലോ. ശരി. സമ്മാനക്ക് എത്തിയോ? ഫ്ലൈറ്റ് ലാൻഡിംഗ് സോൺ. ആകെ ഓണാക്കി പോയി. പിന്നെ ഇപ്പൊ എന്താ വിളിക്കുക, ഫ്ലൈറ്റ് ലാൻഡിംഗ് സൂൺ പറയുമ്പോ എന്താ? ലാൻഡ് ചെയ്യാൻ നിൽക്കുന്നു എന്നുള്ള ഒരു സാധനം കൊടുത്താണ്. കാലിക്കറ്റ് എയർപോർട്ട് ഫ്ലൈറ്റ് ലാൻഡിംഗ് സോൺ സെറ്റ്. ഈവനിങ് സൺസെറ്റ്. നമുക്ക് അവിടെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരണമെങ്കിൽ ഫുട്ബോൾ ഇൻ റൺവേയിലെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പ്ലേയേഴ്സ് നരേന്ദ്രമോദി, അത് കിട്ടൂല. ഫുട്ബോൾ ഇൻ റൺവേ. കുറച്ച് കൂടിയോ? കണ്ടന്റ് കൂടിയത് പ്രശ്നമില്ല, ചെറുതൊക്കെ വരെ. അത് മാത്രം കൊടുത്തു. പ്ലേ ഫുട്ബോൾ ഇൻ റൺവേ കൊടുത്തോ. മറ്റേതേ ഈ മോദിനൊക്കെ വെച്ചിട്ടേ ഞങ്ങൾ നാളെ ചെയ്തിരുന്നു. മോദിനൊക്കെ മലപ്പുറത്ത് ഗ്രൗണ്ടിലൊക്കെ കളിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ ഇമേജസ് വന്നപ്പോൾ ആൾക്കാരും ലിമിറ്റേഷൻ വന്നിക്കാം. അത് കണ്ടങ്ങള് കോഴിക്കോട് കാലിക്കറ്റ് എയർപോർട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അടിയിൽ ഫുട്ബോൾ കളിക്കാണ്. സൺസെറ്റിന്റെ സമയം, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് വേണ്ട ഏത് ഇമേജസോ കാര്യങ്ങളോ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഒന്നാമത് നല്ല ഐഡിയാസും പ്രോംപ്റ്റും കാര്യം ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇമേജസ് ഡിസൈൻ ചെയ്യാം. ഇനി ഇതല്ലാതെ വേറെ ഉണ്ട് കേട്ടോ. അല്ല, ഇങ്ങനെയൊക്കെ ഇപ്പൊ ഒരു ഡിസൈനറെ വെച്ച് ചെയ്യണ ഇത്ര സമയം എടുക്കും? നല്ല സമയം എടുക്കുന്നല്ല. ഇങ്ങനെ ഈ ഇമേജിന്റെ പ്രത്യേകത, ഇത് ക്രിയേറ്റീവ് ഇമേജ് ആണ്. അതായത് ഉം. നിലവിലുള്ള ഒരു സാധനം ഇല്ലാതെ ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതില് ഈ ഒരു പുകന്റെ എലമെന്റ് മുതൽ ഈ ഫ്ലൈറ്റിന്റെ എലമെന്റ് മുതൽ ഫുള്ള് ഓരോന്ന് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടാവും. അങ്ങനെ ഒരാൾ ഇമേജ് ക്രിയേറ്റീവ് ഇമേജ് ചെയ്യുന്നത് നല്ല എമൗണ്ട് കൊടുക്കണുണ്ട്. ഒരു 10-500 മേലെ വരും. നോർമൽ ഇമേജ് ഒക്കെ ആണെങ്കിൽ ഒരു 10-300 റേഞ്ച് മതി. പക്ഷെ നല്ല ക്രിയേറ്റീവ് ഇമേജ് ചെയ്യണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. അത് ഒരാൾ ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ എടുത്തിട്ട് ചെയ്യേണ്ട പണിയൊക്കെ. ആ സംഭവം ഇവിടെ എന്ത് ചെയ്യണേ, ഇതിപ്പോ എല്ലാവരും ഇപ്പൊ പല പ്രൊമോഷന് വേണ്ടിയിട്ട് ഇതാ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചൊരു ഇമേജ് ഡിസൈൻ ചെയ്യുക, അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ട മുകളിൽ കൊടുക്കുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, അത് ഇതിന് ഡൗൺലോഡ് ചെയ്ത് നേരെ ഫോട്ടോഷോപ്പിൽ ഇട്ടുകയാണ് എന്ത് ചെയ്യുക. ഇതിന് കോപ്പിറൈറ്റ് പ്രശ്നം അങ്ങനെ വരുമോ? ഒരു പ്രശ്നം വരില്ല. കോപ്പിറൈറ്റും പ്രശ്നം, ഇത് നമുക്കായിട്ട് ജനറേറ്റ് ചെയ്ത ഡേറ്റും ടൈമും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ടാവും. ഇവിടെ ഉണ്ടാവും ഇതിന്റെ ഡീറ്റെയിൽസ്. ഈ ഇമേജ് നമുക്കായിട്ട് ഡിസൈൻ നമ്മൾ ചെയ്തതല്ലേ, നമ്മളെ പ്രോംപ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്തായതുകൊണ്ട് അത് നമ്മുടെ ലാബിലെ ലൈസൻസ് ആയിട്ടുള്ള ഇമേജ് ആണ്. അതുകൊണ്ട് അത് ഇഷ്യൂ വരില്ല. ബെനിഫിറ്റ് പറഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ആണ് ഈ സംഭവം വന്നോണ്ട്. ഇപ്പൊ നമ്മളൊക്കെ പല ക്ലയൻസിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൊടുക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊടുത്തതിന്റെ ഒരു ക്ലയന്റ് ഉണ്ട്, മെഡിച്ചോ. അവർക്ക് ഇപ്പൊ ഇതാ ഇതിപ്പോ നമ്മള് ക്ലയന്റിന് കഴിഞ്ഞ ദിവസം കൊടുത്ത ഇത് കാണുന്നില്ലേ, ഇമേജ് കണ്ടോ? ഹലോ, ഈ ഇമേജ് നമ്മള് AI വെച്ചാണ് ചെയ്തതാണ്. മേടിച്ചർ അല്ലേ? മേടിച്ചർ നല്ല പേര്. മെഡീഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ മെഡിക്കൽ മേഖലയില് കൺസൾട്ടിങ് പോലെ പേപ്പർ വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് മലപ്പുറത്തുള്ള. അപ്പൊ ഇപ്പൊ ഒട്ടുമിക്ക ക്ലയൻസും എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഇത് ഈ രൂപത്തേക്ക് എന്ത് ചെയ്തു ചെയ്യാൻ തുടങ്ങി. കാരണം നല്ല അടിപൊളി ഡിസൈൻസും കാര്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മള് എന്താ AI വെച്ചാൽ ചെയ്യാൻ ഏറ്റവും ബെറ്റർ. മറ്റത് ഒരുപാട് സമയം എടുത്ത് ചെയ്യും. അത് ചിലപ്പോ നല്ല ഭംഗി ഉണ്ടായിക്കോണമെന്ന് ഉറപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നാൽ ഇത് ത്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ വേറെയും വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ. പേര് ഇതേപോലെ വേറെയും ഇമേജ് ഡിസൈൻ ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഇതിലിപ്പോ ഫ്രീ ഉള്ള വേറെ ഒന്നും കൂടെ ഉണ്ട്. ചിലതൊക്കെ ഉണ്ട് അഡ്വാൻസ് ആയിട്ട് ഒരുപാട്. അഡോബൊക്കെ അഡോബ് ഉണ്ടല്ലോ, അഡോബ് എന്ന് പറഞ്ഞ ഫോട്ടോഷോപ്പിന്റെ കമ്പനി. അവരൊക്കെ ഇപ്പോ AI വെച്ചാണ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ പെയ്ഡ് ആണ്. നമുക്ക് പെയ്ഡ് ചെയ്താലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷയമുണ്ട്. വെറുതെ നമുക്ക് എന്തില്ല, പെയ്ഡ് ഇല്ലാത്ത കുറെ ടീമുണ്ട്. ഇപ്പൊ ലിമിറ്റേഷൻ ഉണ്ട്, ഇത്ര പ്രാവശ്യം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള കണ്ടീഷനാണ് ഓല് വെക്കേണ്ടത്. ഫ്രീ പിക്കിന്റെ AIന്റെ ഒരു ടൂൾ ഉണ്ട്. ഫ്രീ പിക്കിന്റെ AI ടൂള് അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഫ്രീ പിക്ക് AI ജനറേറ്റർ. ഫ്രീ പിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേൾഡിലെ ഏറ്റവും കൂടുതൽ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വെബ്സൈറ്റ് ആണ് ഫ്രീ പിക്ക് എന്ന് പറഞ്ഞാല്. നിങ്ങൾക്ക് മുമ്പ് പരിചയം ഉണ്ടാവും. ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കും. ഒരുപാട് ഇമേജ് ഉണ്ടാവും, അതിൽ പെയ്ഡും ഉണ്ടാവും പെയ്ഡ് അല്ലാതും ഉണ്ടാവും. അപ്പൊ ആ ഇമേജ് നമുക്ക് പെയ്ഡ് ഉള്ളത് നമുക്ക് വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്ത കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും വരില്ല. അപ്പൊ അങ്ങനെ ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്ന വേൾഡിലെ ഫേമസ് വെബ്സൈറ്റ് ആണ് ഫ്രീ പിക്ക് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഷട്ടർ ഷോക്ക് എന്ന് പറഞ്ഞ വേറെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, AI തുടങ്ങിയിട്ടുണ്ട്. ഇവരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ രൂപത്തിൽ പ്രോംപ്റ്റ് കാര്യങ്ങൾ കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ വേണ്ടതെന്നുള്ള പ്രോംപ്റ്റ് കൊടുക്കുക. ഇവിടെ 3D ഡിജിറ്റൽ ആർട്ട് ഉണ്ട്, പെയിന്റിങ് ടൈപ്പ് ഉണ്ട്, ലോ പോളി, പിക്സൽ ആർട്ട്, സൈബർ പങ്ക്, കോമിക്, വിന്റേജ്, കാർട്ടൂണ്, പല കാറ്റഗറി ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഏതാ വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഇതിലുള്ള ഒരു പ്രോംപ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് കോപ്പി എടുത്തു. ഇതിൽ വേറെ പ്രോംപ്റ്റ്
ഇവിടെ എന്ത് ചെയ്തു? പോർട്രേറ്റ് എ ചിൽഡ് പ്ലേയിങ് ഇൻ എ പാർക്ക് യൂസിങ് നാച്ചുറൽ ലൈറ്റിംഗ് ആൻഡ് കാൻഡിഡ് എക്സ്പ്രഷൻ. അതാണ് നമ്മുടെ ഇമേജിന്റെ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് കേട്ടോ.